നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ചെറിയൊരു പ്ലാവാണിത്. ഇത് നിറയേയും ചക്ക കായ്ച്ചിട്ടുണ്ട് ഈ വർഷം. ഇത് വെച്ചിട്ട് ഒരു 5 വർഷമായിട്ടുണ്ട്. വിയറ്റ്നാം മേർലിയാണിത്. അപ്പം 1.5 വർഷമായപ്പോൾ മുതൽ ഈ പ്ലാവ് കായ്ച്ചു തുടങ്ങിയതാണ്. പക്ഷേ അന്നൊന്നും ഇത്രയും വലിപ്പത്തിലുള്ള ഇത്രയും ചക്കകളോ ഒന്നും ഉണ്ടാവാറില്ലായിരുന്നു. ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് ഒരുപാട് ചക്ക ഉണ്ടായി. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളൊരു 3-4 ചക്ക ഇതിൽ നിന്ന് ഓൾറെഡി പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടുതലും പഴുപ്പിച്ചാണ് കഴിക്കാറ്. ഈ ഒരു ചക്കയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ പ്ലാവിൽ കിടന്നത് പഴുത്ത് കഴിഞ്ഞാൽ അതിനൊരു കയ്പ്പാണ്. അതേസമയം ഇത് പറിച്ച് വെച്ച് നമ്മൾ പഴുപ്പിച്ച് കഴിഞ്ഞാൽ നല്ല മധുരമാണ്. ഇതിന് ഒട്ടും കയ്പ്പുണ്ടാവില്ല. 2-3 പ്രാവശ്യം ഇതുപോലെ അബദ്ധം പറ്റി കേട്ടോ. അറിയാണ്ട് കിടന്നതിൽ പഴുത്തുപോയി. അത് മുറിച്ച് കഴിക്കാൻ നോക്കുമ്പം ഭയങ്കര കയ്പ്പ്. ഈ പ്ലാവ് വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ കായ്ക്കും കേട്ടോ. ഇതിൻ്റെ തടിക്ക് ഒട്ടും വണ്ണം വെച്ചിട്ടില്ല. ഇപ്രാവശ്യം ഇതിൽ നിലത്ത് മുട്ടി വരെ ചക്കയുണ്ട്. അപ്പോൾ ഇതിലെ മൂക്കുന്ന ചക്കകളെല്ലാം പറിച്ച് വെച്ചിരുന്ന് പഴുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഞാനിപ്പോൾ 1 മാസമായിട്ടുണ്ട്. രണ്ടാമത് ഞാൻ എടുക്കുന്ന വീഡിയോ ആണിത്. ഇപ്രാവശ്യം നമ്മുടെ മാവിൽ നിറയെ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. നല്ല മധുരമുള്ള നീലം മാങ്ങ കേട്ടോ അത്. ഇപ്പോൾ നമ്മുടെ പ്ലാവിൻ്റെ അവസ്ഥ എന്താണെന്ന് കാണണ്ടേ. അപ്പം കുറേ അധികം ചക്കകൾ ഞങ്ങൾ പറിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അധികം ചക്ക ഇല്ല അതിൽ. ചക്ക മൂത്താണോ എന്നറിയാനുള്ള 2-3 മാർഗ്ഗങ്ങളാണ് ഞാൻ ഇതിൽ കാണിച്ചു തരാൻ പോണത്. കണ്ടില്ലേ, മിക്കവാറും ചക്കകളൊക്കെ തീർന്നു. ഇനിയിപ്പോൾ അധികം ചക്കയൊന്നുമില്ല. ഈ പ്ലാവ് വെച്ച ഒപ്പം തന്നെ ഇതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു പ്ലാവും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് റെഡ് പ്ലാവ് ആയിരുന്നേ. അത് ഇതുവരെ കായ്ച്ചിട്ടില്ല. നല്ല ഹൈറ്റിൽ അത് പൊങ്ങിപ്പോയിട്ടുണ്ട്. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ റെഡ് പ്ലാവ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എത്ര വർഷം കൂടിയപ്പോഴാണ് കായ്ച്ചതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അതിൽ ചെറിയ ചെറിയ ചക്കകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതൊന്നും പിടിക്കുന്ന ചക്കയല്ല. തടിക്ക് ഒരുമാതിരി ഇതിനേക്കാളും വണ്ണം വെച്ചിട്ടുമുണ്ട് അതിന്. പക്ഷേ അത് നല്ല ഹൈറ്റിലേക്ക് പോവുക. ചക്ക ഉണ്ടാവുന്നുമില്ല. അപ്പോൾ ചക്ക മൂത്താണോ എന്നറിയാനുള്ള മാർഗ്ഗം ഇനി കാണിച്ചു തരാം. പലർക്കും അറിയായിരിക്കും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണിത് കേട്ടോ. അപ്പം ഈ ഒരു ചക്ക മൂത്താണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ തണ്ടയിൽ നോക്കുക. തണ്ടയിൽ നോക്കുമ്പോൾ അതിൽ ചെറിയ ചെറിയ സ്പോട്ടുകൾ ഉണ്ടാവും. മൂത്ത ചക്കയാണെങ്കിൽ അതിൻ്റെ തണ്ടിൽ സ്പോട്ടുകൾ ഉണ്ടാവും. ഇത് കണ്ടോ, ഈ ഒരു ചക്കയിൽ കണ്ടോ. ഇനി മൂക്കാത്ത ഒരു ചക്ക കാണിച്ചു തരാം. കണ്ടോ, ഇതിൻ്റെ തണ്ട് നല്ല ക്ലീൻ ആയിരിക്കും. അതിലൊരു സ്പോട്ടോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇത് ചക്ക മൂത്താണോ എന്നറിയാനുള്ള ആദ്യത്തെ ഒരു മാർഗ്ഗം കേട്ടോ. ഇനി രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത്, നമ്മുടെ ചക്കയുടെ തണ്ടിൽ കുറച്ച് ഇലകൾ ഉണ്ടാവുമല്ലോ. മൂത്ത ചക്കയാണെങ്കിൽ അതിൻ്റെ തണ്ടിലുള്ള ഇലകളൊക്കെ പതിയെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ഇല പഴുത്ത് വരുന്നതിനർത്ഥം ആ ചക്ക മൂത്ത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം മൂക്കാത്ത ചക്കയുടെ ഇല കാണിച്ചു തരാം. അതിന് നല്ല പച്ച നിറമായിരിക്കും. ഇത് കണ്ടോ, ഈ ഒരു ചക്കയുടെ ഇല കണ്ടോ, നല്ല പച്ച നിറം. ഇതിന് മുമ്പേ ഞാൻ കാണിച്ചു തന്ന ആ ചക്കയാണത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചക്കയുടെ മുള്ളുണ്ടല്ലോ നല്ലപോലെ വിരിഞ്ഞിരിക്കുന്നതായിട്ട് തോന്നും. അതായത് ആ മുള്ളുകൾക്കിടയിൽ അകലം കൂടി വരും. അതേസമയം മൂക്കാത്ത ചക്കയാണെങ്കിൽ ആ മുള്ളുകളെല്ലാം അടുത്തടുത്തായിരിക്കും ഇരിക്കുന്നത്. അങ്ങനത്തെ ഒരു ചക്ക കാണിച്ചു തരാവേ. ഇതുണ്ടോ, ഈ ഒരു ചക്കയുടെ മുള്ള് വിരിഞ്ഞിട്ടില്ല. അതായത് മുള്ളുകൾക്കിടയിൽ അകലം വന്നു തുടങ്ങിയിട്ടില്ല. അതിൻ്റെ അർത്ഥം അത് മൂത്തിട്ടില്ല എന്നുള്ള. പക്ഷേ ഈ ഒരു ചക്ക ഉണ്ടോ, ഇത് മുള്ള് വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പഴുക്കാറായിട്ടില്ല. പുഴുങ്ങാനൊക്കെയുള്ള പാകത്തിനായിട്ടുണ്ട് ഇത്. അതെന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ചക്കയുടെ തണ്ടിൽ കണ്ടോ സ്പോട്ടുകൾ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാൽ മുള്ള് വിരിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് പുഴുങ്ങാനൊക്കെ പാകത്തിനായിട്ടുണ്ട്. പക്ഷേ ഇത് പഴുപ്പിക്കാറായിട്ടില്ല. ഇത് പഴുക്കാറായിട്ടുണ്ടെന്ന് മനസ്സിലാവണമെങ്കിൽ ഇതിൽ കാണുന്ന ഈ സ്പോട്ടുകൾ ഉണ്ടല്ലോ, ഇത് കുറച്ചുകൂടെ ഇതിൽ വ്യാപിച്ചിരിക്കും. സാധാരണ എല്ലാവരും ചക്ക മൂത്തോ എന്നറിയാനായിട്ട് ചക്ക തുന്നിച്ച് നോക്കാമെന്ന് പറയും അല്ലേ. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ വേറൊരു കാര്യമുണ്ട്, മുള്ള് വിരിഞ്ഞു എന്ന് കരുതിക്കൊണ്ട് ചക്ക മൂത്തതാവണമെന്നൊരു നിർബന്ധമില്ല. പലപ്പോഴും അബദ്ധം പറ്റിയിട്ടുണ്ട്. മുള്ള് വിരിഞ്ഞ ചക്ക ഇട്ട് കഴിയുമ്പോൾ അത് പിഞ്ചിയൊക്കെ ആകാറുണ്ട്. ഇനി മുള്ള് വിരിഞ്ഞ ചക്ക മൂത്തതാണോ എന്നറിയാനായിട്ട് വേറൊരു മാർഗ്ഗം കൂടിയുണ്ട്. അത് പറഞ്ഞുതരാം. ഇതുപോലെ ഒരു കത്തി എടുത്തിട്ട് ഇതിൻ്റെ തണ്ടിൽ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. അപ്പോൾ ആ വരഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന അരക്കെന്നല്ലേ പറയുക. കോട്ടയത്തൊക്കെ ഇതിന് അരക്കെന്ന് പറയും. ഇടുക്കിയിലൊക്കെ ഇതിന് മുളഞ്ഞി എന്ന് പറയാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പം ഞങ്ങളൊക്കെ അരക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന അരക്കിൻ്റെ ഫ്ലോ കണ്ടാൽ നമുക്ക് പറയാൻ പറ്റും ചക്ക മൂത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അതായത് ഇതിൽ നിന്ന് വരുന്ന അരക്കുണ്ടല്ലോ നല്ല വൈറ്റ് കളറിൽ നല്ല തിക്കായിട്ടാണ് വരുന്നതെങ്കിൽ, അതായത് വെള്ളം പോലെ ഒഴുകി പോകുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ചക്ക മൂത്തിട്ടില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ മൂത്ത ചക്കയാണെങ്കിൽ അതിൽ നിന്ന് വരുന്ന അരക്കുണ്ടല്ലോ കുറച്ച് കളർ വ്യത്യാസം ഉണ്ടാവും. പിന്നെ അത് തിക്കായിരിക്കില്ല. ഇടയ്ക്ക് വെള്ളവും ഇടയ്ക്ക് അരക്കും കൂടെ ചേർന്നായിട്ട് ആയിരിക്കും വരുന്നത്. അത് പെട്ടെന്ന് ഒഴുകി ഇങ്ങ് പോരും. വെള്ളം പോലെ ഒഴുകിപ്പോരും. തിക്കായിട്ടുള്ള അരക്കാണെങ്കിൽ അതവിടെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം മാത്രമേ അതിൽ വെള്ളത്തിൻ്റെ അംശമുള്ളത് പതിയെ അത് ഒഴുകിപ്പോരുള്ളൂ. ഇതങ്ങനെയല്ല. മൂത്ത ചക്കയാണെങ്കിൽ ആ അരക്ക് പെട്ടെന്ന് വെള്ളം പോലെ ഇങ്ങ് ഒഴുകിപ്പോരും.
അപ്പോൾ ഈ ഒരു ചക്കയൊന്ന് വരഞ്ഞ് കാണിക്കാം. ഒരുപാട് മുറിക്കരുത്, ചെറുതായിട്ടൊന്ന് വരഞ്ഞാൽ മതി. അപ്പോൾ തന്നെ അതിൽ നിന്ന് അരക്ക് വരാൻ തുടങ്ങും. ഇതുപോലൊന്ന് വരഞ്ഞാൽ മതി. ഇപ്പോൾ കണ്ടോ, അതിൽ നിന്ന് ഒഴുകി വരുന്നത് കണ്ടോ, വെള്ളം പോലെ ഒഴുകി വരുന്നത് കണ്ടോ. അതിൻ്റെ കളറും കൂടെ ശ്രദ്ധിച്ചു, ശരിക്കുള്ള വൈറ്റ് കളറല്ല അതിനുള്ളത്. ഒന്നുകൂടെ വരഞ്ഞ് കാണിക്കാം. അപ്പം വെള്ളവും അരക്കും കൂടെ മിക്സായിട്ടാണ് ഇത് വരുന്നത്. പെട്ടെന്ന് ഇങ്ങ് ഒഴുകി ഇങ്ങ് പോരും. കണ്ടോ, ഒഴുകിപ്പോരുന്നത് കണ്ടോ. ഇതുപോലെയാണ് മൂത്ത ചക്കയാണെങ്കിൽ ഇതുപോലെ ഇങ്ങ് ഒഴുകിപ്പോരും. ഇനിയിപ്പം മൂക്കാത്ത ചക്ക കാണിച്ചു തരാം. ഇതിൽ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാവേ. കണ്ടോ, ഇതിൽ നിന്ന് വരുന്നത് നല്ല തിക്കായിട്ടുള്ള അരക്കാണ് വരുന്നത്. ഇതത്ര പെട്ടെന്ന് മറ്റതുപോലെ വെള്ളം പോലെ ഒഴുകി ഇങ്ങ് പോരില്ല. പിന്നെ ഇതിൻ്റെ കളറ് കണ്ടോ, മറ്റേതിൽ നിന്ന് വ്യത്യാസമില്ല ഇതിന്. ഇത് നല്ല വൈറ്റ് കളറാണ്. ഈ ഒരു അരക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. നല്ല തിക്കായിട്ടാണ് വരുന്നത്. വളരെ പതിയെ ഇത് താഴോട്ട് ഒഴുകി ഇറങ്ങുള്ളൂ. കുറച്ച് സമയം അങ്ങനെ ഇരുന്നതിന് ശേഷം അതിനകത്തുള്ള വെള്ളം മാത്രം ഇങ്ങനെ ഒഴുകിപ്പോരും. മറ്റേതെന്ന് പറഞ്ഞാൽ വരുന്നത് തന്നെ വെള്ളവും അരക്കും കൂടെ മിക്സായിട്ട് പെട്ടെന്ന് നല്ല ഫ്ലോയിൽ ഇങ്ങനെ ഒഴുകിപ്പോരും. ഈ ഒരു പ്ലാവ് കണ്ടോ, ഈ വർഷം നമ്മൾ പുതിയത് മേടിച്ച് വെച്ച ഒരു പ്ലാവാണ്. കുറച്ച് വലിപ്പമുള്ള പ്ലാവ് മേടിച്ച് വെച്ചാൽ നമ്മൾ മേടിച്ച് വെച്ചതിന് ശേഷം കായ്ച്ചതാണ്. ഒരു ചക്ക ഉണ്ടായിട്ടുണ്ട്, നിലത്ത് മുട്ടിയിരിക്കുകയാണത്. ഇത് നമ്മൾ തൃശ്ശൂർ മണ്ണൂത്തിയിൽ നിന്ന് വാങ്ങിച്ചു വെച്ച പ്ലാവാണ്. ഇതിന് ഏകദേശം 2000 രൂപയ്ക്ക് മേളിലായിട്ടുണ്ട്. കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. വീട്ടിൽ സ്ഥലം ഇല്ലാത്തവരൊക്കെ ഉണ്ടല്ലോ, മുറ്റത്തായാലും ഇതുപോലെ ഒരു പ്ലാവ് മേടിച്ച് വെക്കാം. അധികം വലിപ്പം വെക്കില്ല, നമ്മുടെ ആവശ്യത്തിനുള്ള ചക്ക കിട്ടുകയും ചെയ്യും. ഈ ഒരു ചക്കയുടെ തണ്ടും കൂടി ഒന്ന് വരഞ്ഞ് കാണിക്കാവേ. ഇത് മൂക്കാത്ത ചക്കയാണ്. കണ്ടോ, നല്ല തിക്കായിട്ടുള്ള അരക്കാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഇത്രയും സമയമായിട്ടും ഇപ്പോൾ ഇത് ഒഴുകി പോകുന്നിട്ടില്ല, അവിടെ തന്നെ ഇരിക്കുകയാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്, പക്ഷേ നല്ല തിക്കായിട്ടാണ് വരുന്നത്. നല്ല വെയിലത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിനകത്തൂടെ കാണാൻ പറ്റുന്നില്ല, ക്യാമറയിൽ കൂടെ കാണാൻ പറ്റുന്നില്ല, എത്രമാത്രം കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോ ഷെയ്ക്ക് ആകുന്നത്. ഉണ്ട്. അപ്പോൾ ഇത്രയും സമയം ഇരുന്നിട്ടാണ് അതിനകത്തുനിന്ന് വെള്ളത്തിൻ്റെ അംശം ഒഴുകിപ്പോരുന്നത്. ആ തിക്കായിട്ടുള്ള ഭാഗം അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ചക്ക മൂത്തിട്ടില്ല എന്നുള്ളതാണ്. ഈ ചക്ക മൂത്താണോ എന്നറിയാൻ നിങ്ങൾക്കറിയാവുന്ന വേറെ എന്തെങ്കിലും മാർഗ്ഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനിയിപ്പം നമ്മുടെ നേരത്തെ കാണിച്ച മൂത്ത ചക്കയില്ലേ, അതൊന്ന് പറിച്ചും കൂടെ കാണിക്കാം. അപ്പോൾ പ്ലാവ് നടാൻ സ്ഥലമില്ലാത്തവർ ഒരു പീപ്പയ്ക്കകത്തായാലും വീട്ടിൽ ഒരു പ്ലാവ് നട്ട് വെച്ചാൽ ഇതുപോലെ ചക്ക നമുക്ക് ആവശ്യത്തിന് പറിച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ പറിച്ചിട്ട് ഒന്ന് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിറ്റേ ദിവസത്തേക്ക് പതിയെ ചക്ക പഴുത്ത് തുടങ്ങും. അതേസമയം നമ്മൾ അതുപടി മുറിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ അത് പഴുക്കാൻ തുടങ്ങുള്ളൂ. കണ്ടോ, നല്ല മഞ്ഞ നിറമുള്ള ചക്ക നല്ല പോലെ മൂത്തിട്ടുണ്ട്. ഞങ്ങൾക്കിഷ്ടം ഇവിടെ പുളിച്ച് തുടങ്ങുമ്പോഴേ ഇത് കഴിക്കാനാണ്, അല്ല ഒരുപാട് പഴുത്തിട്ട് കഴിക്കാനായിട്ട് ഇഷ്ടമല്ല. ചെറിയൊരു പുളി വെച്ച് തുടങ്ങുമ്പോൾ കഴിച്ചു തുടങ്ങുന്നതാണ് ഇഷ്ടം. ഇതിപ്പം നല്ലതുപോലെ മൂത്തിട്ടുണ്ട്, നാളത്തേക്ക് ഇത് പുളിച്ച് തുടങ്ങും. അപ്പോൾ ചക്ക ഇഷ്ടപ്പെടുന്നവരൊക്കെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യില്ലേ. അത് മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ കമൻസും കൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം പണ്ട് കാലത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ചക്ക മൂത്താണോ എന്നറിയാം, ഇതുപോലെ കുരു എടുത്തിട്ട് അതിൻ്റെ പാട തിന്നിക്കുക എന്ന് പറയും. പെട്ടെന്ന് അതിൽ നിന്ന് പാടയിൽ നിന്ന് ഇതുപോലെ വിട്ടുപോരുന്നുണ്ടെങ്കിൽ ചക്ക മൂത്തതായിരിക്കും. പുളിഞ്ചോള കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും ഒക്കെ ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.